ഹും. പ്രമുഖന്മാർ ചിലരൊക്കെ പൊങ്ങി, ചിലരൊക്കെ രാജിവെച്ചു. അയ്യോ, ഇങ്ങനെയുണ്ടോ ഒരവസ്ഥ? ഈ കഴിഞ്ഞ ദിവസം AMMA, അമ്മ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം നല്ലൊരു വാക്കല്ലേ, ആ വാക്കിന് ഇങ്ങനത്തെ കുറേമാരിയിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിട്ടത് കഷ്ടമായിപ്പോയി. അതുകൊണ്ട് അതിനെ ചേർത്ത് വായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് AMMA എന്നേ പറയുന്നുള്ളൂ. അപ്പം AMMയുടെ സമ്മേളനം, വാർത്താ സമ്മേളനം നടന്നപ്പോഴേ എന്തോ ഒരു ഉഴപ്പം മറുപടിയും. പുള്ളിക്ക് വയ്യ, സിദ്ദിഖിക്കായിക്ക് ഒന്നും പറയാൻ വയ്യ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒഴിവാക്കുന്നു. ഞങ്ങൾ പഠിക്കട്ടെ, അറിയാൻ മേല, ഒന്നും അറിയാൻ മേല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഇതിനിടയ്ക്ക് ചില സമയത്ത് സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെ എന്ന് പറയുന്ന പോലെ ജോമോൾ ഹിക്കാടെ തൊട്ടടുത്തായിരിക്കുന്നത്. എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. പാർവതി തിരുവത്തൊക്കെ പറയുന്നത് ഒരു തുണയാണ്, എല്ലാം ഉളത്തരവാണ്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം എൻ്റെ വാതിലാരും മുട്ടിയിട്ടില്ല. ഞാൻ എത്രയോ കാലമായിട്ട് സിനിമയിലുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രതികരണവും ഒരു പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സംഭവം അങ്ങനെ എന്നതായിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ നേരം വെളുത്തപ്പം സിദ്ദിഖ് രാജിവെച്ചു, രഞ്ജിത്ത് രാജിവെക്കുന്നു. എന്നാൽ ഈ പീഡനാരോപിതനായിട്ടുള്ള ഈ റേപ്പ് ചെയ്തെന്നൊക്കെ അറിയപ്പെടുന്ന ഇയാളുടെ അടുത്ത് തന്നെയൊക്കെ ഇരുന്ന് തന്നെയാണല്ലോ ഇതൊക്കെ പറഞ്ഞത്. ഇവർക്ക് ഇനി ഇയാളെ കുറിച്ച് ശരിക്കും അറിയാൻ മേലഞ്ഞിട്ടാണോ, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെ പറയുന്നതാണോ ഇങ്ങനൊരു സംഭവം സിനിമയിലില്ല എന്നൊക്കെ ഉള്ളൊരു കാര്യം? ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അറിയാൻ മേലാത്തോണ്ടാണ്. ഇവർ പൊട്ടന്മാരാണോ? പൊട്ടന്മാരും പൊട്ടികളുമാണോ ഇവർ? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞായിരിക്കുമോ? ഇനിയിപ്പോൾ അനന്യയും നമ്മുടെ അവരുടെ പേരിനെന്നാ ജോമോളൊക്കെ എന്തോ ചെയ്യും? പുറത്തിറങ്ങി എങ്ങനെ നടക്കും? അത് നമുക്ക് നാണക്കേടായല്ലോ, ഇത് മൊത്തം പ്രശ്നമായല്ലോ. അവർ ആ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേ അവരാലോചിച്ച് കാണുകയില്ല, ഇങ്ങനെ ഒരാൾ വന്ന് പെട്ടെന്നൊരു പ്രതികരണം നടത്തും, സിദ്ദിഖിനെ കുറിച്ച് കാര്യം ഇങ്ങനെ പറയൂ എന്നുള്ള കാര്യത്തിലേക്ക് അവർ സംശയം തോന്നി കാണും. അതുകൊണ്ട് അവർ അത്ര ധൈര്യത്തോടെ പറഞ്ഞത്. അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്നാന്നറിയാമോ? ഇവരെ ചിലപ്പോഴേ ഇവന്മാർ നിർബന്ധിച്ചുകൊണ്ട് നിർത്തിയായിരിക്കും. അമ്മയെന്ന് തെറിപ്പിക്കും, അമ്മയെന്ന് തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞോണം, അല്ല ശരിയാകത്തില്ല, നിന്നെയൊക്കെ തെറിപ്പിക്കും, നീ മേലെ ഈ സിനിമയിൽ അഭിനയിക്കത്തില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞാണോ? അല്ല അവിടെ വന്നിരുന്ന് അങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിദ്ദിഖിനെതിരെ പരാതി കൊടുത്ത പെണ്ണാണെങ്കിൽ ഇപ്പോൾ കേസൊന്നും കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം അവർ കേസ് കൊടുത്ത് മടുത്തു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇവരെ കളിയാക്കി, തെറി പറഞ്ഞു. അവിടുന്ന് പിന്നെ ഒരു അപമാനം ഉണ്ടാകണ്ടല്ലോ എന്നോർത്ത് പിന്നെ അതിൻ്റെ പുറകെ പോകാനായിട്ട് സമയമില്ലെന്നൊക്കെ പറയുന്നത്. എന്തായാലും കരിയർ പോയി, പിന്നെ ഇതിൻ്റെ പുറകെ നടന്നതിന് സമയം കളയുന്നത്. അതുകൊണ്ട് കേസിന് കൊടുക്കാനില്ലെന്നൊക്കെ പറയുന്നത് വളരെ നല്ല തീരുമാനം എന്ന് വേണമെങ്കിൽ അതിന് അങ്ങനെ കാണാം. കാരണം ഇതിൻ്റെ പുറകെ നടന്നിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പോലീസ് സ്റ്റേഷൻ ചെന്ന് അവിടെ തെറി, വനിതാ കമ്മീഷൻ ചെന്ന് അവരുടെ വക തെറി, കുറ്റം ചെയ്തിട്ട് നിൽക്കുന്ന പോലെ അവരോട് പെരുമാറുന്നതെന്നൊക്കെയാണ് പെണ്ണിപ്പം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്താണേലും കുറേ അവന്മാരൊക്കെ പൊങ്ങി, കുറേ മാന്യന്മാരും കുറേ നന്മയോളികളും, അയ്യോ അങ്ങനെ പാവമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ശരിയാ, നല്ല നടനൊക്കെയാണ്. ആ നടന്മാർ വന്നിരുന്ന് പലപ്പോഴേ ആ അഭിനയിക്കാനുള്ള കഴിവ് പൊതുജനങ്ങളുടെ അടുത്ത് പ്രയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മീഡിയയുടെ അടുത്ത്. ഇവന്മാരൊക്കെ ഇരുന്ന് അങ്ങനെ അഭിനയിച്ച് കാണിക്കാം, നമ്മളൊക്കെ ശരിയായിരിക്കുന്നു. ഇവന്മാർ അഭിനയിക്കാൻ അറിയാമല്ലോ, അതുകൊണ്ട്. എന്നാൽ ഈ ജോമോൾ പറഞ്ഞ കാര്യം ഭയങ്കര വായ്പ കേട്ടോ. എത്രയോ ആൾക്കാർ പരാതി കൊണ്ടുവന്നു, എത്രയോ പെണ്ണുങ്ങൾ പറഞ്ഞു. ഇപ്പോൾ റിയാസ് ഖാനെതിരെ പറയുന്നുണ്ട്, സിദ്ദിഖിനെതിരെ പറയുന്നുണ്ട്, രഞ്ജിത്തിനെതിരെ പറയുന്നുണ്ട്. ഈ നേരത്തെ ഏറ്റൻ്റെ പേരെന്നായിരുന്നു, ഇടവേള, നീണ്ട ഇടവേള ഇരിക്കുന്ന ഇടവേള ബാബുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ആൾക്കാർ വന്ന് ധൈര്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ജോമോൾ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല. നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല, സിനിമാ മേഖല ഭയങ്കര പുണ്യപ്പെട്ട മേഖല എന്നുള്ള നിലയിലാണ് ജോമോളുടെ പ്രതികരണം. അതെങ്ങനെ അങ്ങനെ പറയാൻ തോന്നി? അതും ഇന്ന് ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ അടുത്തിരുന്നുകൊണ്ട്. എന്നാലും അത് ഭയങ്കരം തന്നെ കേട്ടോ. അത് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കുറേ യവന്മാർ പൊങ്ങും ഇങ്ങനെയാണെങ്കിൽ. ആരെങ്കിലും ഒരാളെ ഒരു തുടക്കം വെച്ച് കൊടുക്കാനൊരു താമസമുള്ളൂ. ഒരാൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും മറ്റുള്ളവരെ തേറ്റി പിടിച്ചോളൂ. ഉള്ളവരെല്ലാം ഇനി ഒന്ന് പറയും, എല്ലാവരും പറയും. അപ്പോൾ എല്ലാവരും പൊങ്ങും, എല്ലാവരും പൊങ്ങണം എന്ന് തന്നെയാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. ഇവന്മാരുടെ സിനിമകളാണല്ലോ നമ്മൾ കാണുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഈ സിനിമയൊന്നും കാണല്ലേ, ഈ പറയുന്നമാരൊന്നും ഉണ്ടാക്കുന്ന സിനിമയിൽ. അയ്യോ, എന്തൊക്കെ ആശയങ്ങൾ ഉണ്ടാക്കി വിടുന്നറിയാമോ? ഭയങ്കര നന്മയുള്ള ആൾക്കാരൊക്കെയാണ്. അല്ലെങ്കിൽ ഇവന്മാരുടെ സിനിമ എന്തിനാണ് കാണുന്നത്? ഞാനല്ലേ മലയാള സിനിമ ഞാൻ കാണാറില്ല. കഴിഞ്ഞ ഒരു വർഷമൊക്കെ ആയിട്ടേ ഞാൻ മലയാള സിനിമ കാണുന്നുള്ളൂ. അതൊന്നും ഞാൻ കാണാറില്ല. നമ്മളുമല്ല നല്ല ഇംഗ്ലീഷ്, അതേപോലുള്ള മറ്റുള്ള അതർ ലാംഗ്വേജ് സിനിമകൾ, തെലുങ്ക് കന്നഡ തമിഴൊന്നും അല്ല കേട്ടോ, ഫോറിൻ സിനിമകളൊക്കെ ഞാൻ കാണാറുള്ളത്. ഇനി ആ പഴയ വഴിയിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നാണ് തോന്നുന്നത്. കാരണം അതാണല്ലോ നല്ല പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് വൈസ് നോക്കുകയാണെങ്കിലും മറ്റുള്ള സിനിമകൾ തന്നെയാണ് നല്ലത്. പിന്നെ ഇങ്ങനെയുള്ള പെണ്ണുപിടിയന്മാരും കള്ളന്മാരും എല്ലാം കൂടെ അഭിനയിക്കുന്ന സിനിമയും കണ്ടുകൊണ്ടിരുന്നിട്ട് എന്തോ കാണിക്കാനാണ്? ഒരു കാര്യവുമില്ല. അതാണെങ്കിലും എല്ലാം കൊണ്ടും പണി കിട്ടി, അത് നന്നായി. ഒരു കണക്കിന് നല്ലതാണ്. കുറേ ഫാൻസിനുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവട്ടെ. ഫാൻസിന് ഇത് പ്രശ്നമല്ലായിരിക്കും, ഇവന്മാർ പൊതുവെ ഒരു പൊട്ടന്മാരാണല്ലോ. കൊള്ളാം.